നമ്മുടെ ഉടമസ്ഥതയിലാണ് വാട്ടർ റിസോഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുക്കുന്നത്. അതായത് ജനങ്ങളുടെ ഉടമസ്ഥതയിലാണ് എടുക്കുന്നത്. 4 ദിവസമായി നമ്മൾ 1916 വിളിച്ചിട്ട് ഈ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ പാഴായിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ വിജയിപ്പിച്ചിട്ടുള്ള റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളുടെ കീഴിലാണ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത്. ജനങ്ങൾക്ക് കീഴിലാണ് റോഷി അഗസ്റ്റിൻ എടുക്കുന്നത്. ഇദ്ദേഹത്തിന് കീഴിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ 4 ദിവസമായിട്ട് ഈ വാട്ടർ ലീക്കേജ് ഇവിടെ എടുക്കുമോ? ജനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വാടക കൊടുക്കേണ്ട ഈ വെള്ളം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാട്ടർ റിസോഴ്സിൻ്റെ എംപ്ലോയീസ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ, ഓഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യാതെ, വർക്ക് ചെയ്യാത്ത സാലറി പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് നടക്കുമോ? ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, KSEBയുടെ വൈദ്യുതി നിരക്ക് കൂട്ടാനായിട്ട് അവരൊരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട്, കോഴിക്കോട്, എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായി. ഇനി തിരുവനന്തപുരത്താണുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇമേജായിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുപോലത്തുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വരുമ്പോൾ ഓരോ ദിവസവും ഇതിൻ്റെ മെയിൻ്റെനൻസ് വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കൊടുക്കേണ്ട ഫണ്ട് കൂടുകയും, ഈ ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എങ്ങനെയാണ് റേസ് ആവുന്നത്? ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ്. അപ്പോൾ അത് ജനങ്ങളുടെ മുകളിൽ വീണ്ടും ഒരു ഭാരമാവുകയും ടാക്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യും, വെള്ളത്തിനുള്ള നിരക്ക് കൂട്ടുകയും ചെയ്യും. അപ്പോൾ പരമാവധി ആൾക്കാർ പ്രതികരിക്കുക. 1916 വിളിച്ചിട്ട് പ്രോപ്പറായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുക, കംപ്ലൈൻറ്റിൻ്റെ സ്റ്റാറ്റസ് നിരന്തരമായിട്ട് ചെക്ക് ചെയ്യുക, അവരെ പ്രഷർ ചെയ്യുക, അവരെ വർക്ക് ചെയ്യിക്കുക. ജനങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണത്. നമ്മളുടെ കീഴിൽ വരുന്ന ഈ പറയുന്ന റോഷി അഗസ്റ്റിൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമ്മൾ പ്രഷർ ചെയ്യാതെ അവർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവരെ പ്രഷർ ചെയ്യുക. ഇനി ഒരു കാലത്തും ഈ പറയുന്ന റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രി വിജയിക്കരുത്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ.